എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 25 നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ പ്രചേതസ്സുകൾക്ക് ഭഗവാൻ രുദ്രഗീതം പറഞ്ഞു കൊടുക്കണം. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം തപസ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട പ്രചേതസ്സുകൾക്ക് വഴിയിൽ വെച്ച് മഹാദേവനുമായി കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഭഗവാൻ രുദ്രഗീതം ഉപദേശിച്ചു കൊടുക്കുന്നു. അതിനുശേഷം എന്താണ് ഉണ്ടായത്? അതാണ് നമ്മൾ അധ്യായം 25 കാണുന്നത്. പുരഞ്ജന രാജാവിൻ്റെ ചരിതമാണ് ഇതിൽ പറയുന്നത്. പുരഞ്ജനോപാഖ്യാനം എന്ന് പറയും. പുരഞ്ജന രാജാവിൻ്റെ ചരിതം. അതായത് പ്രചേതസ്സുകൾ മഹാദേവൻ നിർദ്ദേശപ്രകാരം രുദ്രഗീതം ജപിച്ച് 10,000 വർഷം ആ തടാകത്തിലെ ജലത്തിനകത്ത് തപസ് ചെയ്തു. അപ്പോൾ അവരവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാജ്യത്തിലെ കൊട്ടാരത്തിൽ പിതാവായ പ്രാചീന ബർഹിസ് എന്താണ് ചെയ്തിരുന്നത്? അദ്ദേഹത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അവരവിടെ പ്രചേതസ്സുകൾ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവരുടെ കാര്യം പറയുന്നില്ല. ഇനി ആ കാലഘട്ടങ്ങളിൽ അവരുടെ പിതാവിന് വന്ന മാറ്റം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന സംഭവങ്ങൾ, അതാണ് ഇനി നമ്മൾ തുടർന്നുള്ള കുറച്ച് അധ്യായങ്ങളിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ പുരഞ്ജന രാജാവിൻ്റെ ചരിതമാണ് ഇവിടെ പറയുന്നത്. പുരഞ്ജന രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു കഥയാണ്. ഒരു പ്രാചീന ബർഹിസ്, പ്രചേതസ്സുകളുടെ പിതാവായിട്ടുള്ള പ്രാചീന ബർഹിസിന് നാരദ മഹർഷി ആത്മജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ, ഉപദേശിച്ചു കൊടുക്കുമ്പോൾ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് പുരഞ്ജന രാജാവിൻ്റെ ചരിതം. മനസ്സിലായ ഒരു എന്താ പറയുക, ഒരു ഇതിഹാസം അല്ലെങ്കിൽ ഒരു ചരിത്രം പോലെ അല്ലെങ്കിൽ ഒരു സങ്കല്പ കഥ പോലെ ഒരു ചരിതം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, അതായത് തത്വോപദേശിക്കുന്നതും അതൊരു കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നതും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഭഗവത്ഗീത തന്നെ ഭഗവത്ഗീതയിൽ എന്താണോ പറയുന്നത് അതാണ് ഭാഗവതത്തിൽ കഥാരൂപത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കഥാരൂപത്തിൽ നാരദ മഹർഷി പ്രാചീന ബർഹിസിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആ കഥയാണ് പുരഞ്ജന രാജാവിൻ്റെ ചരിതമായിട്ട് പറയപ്പെടുന്നത്. അതാണ് നമ്മളിനി ഇതിൽ കാണുന്നത്. ശ്ലോകം 1. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി വിതുരരോട് കഥ പറയുകയാണ്. ഇതി സന്നിശ്യ ഭഗവാൻ ബാർഹിഷദൈഃ അഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്ര ഏവ അന്തർധതേ ഹരഃ. അതായത് ഭഗവാൻ മഹാദേവൻ ഇതി സന്നിശ്യ ഇപ്രകാരം രുദ്രഗീതത്തെ ഉപദേശിച്ചു കൊടുത്തപ്പോൾ ബർഹിഷിൻ്റെ പുത്രന്മാരായിട്ടുള്ള പ്രചേതസ്സുകളാൽ അങ്ങനെ അഭിപൂജിതഃ ആരാധിക്കപ്പെട്ടു. അപ്പോൾ ഭഗവാൻ രുദ്രഗീതം പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്തപ്പോൾ പ്രചേതസ്സുകളാൽ ആരാധിക്കപ്പെട്ടിട്ട് രാജപുത്രാണാം പശ്യതാം, ആ രാജപുത്രന്മാരായ പ്രചേതസ്സുകൾ നോക്കി നിൽക്കെ തത്ര അവിടെ വെച്ച് ആ മഹാദേവൻ അന്തർധതേ അവിടെ നിന്നും അന്തർദാനം ചെയ്തു എന്ന്. അപ്പോൾ രുദ്രഗീത ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ഭഗവാൻ അവിടെ നിന്നും അന്തർദാനം ചെയ്തു. ശ്ലോകം 2. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തഃ തേ തപഃ തേ ബഹു ജപന്തഃ തേ തപഃ തേ ബഹു വർഷാണാം അയുധം ജലേ. അപ്പോൾ ഭഗവതഃ സ്തോത്രം, ഭഗവാന്റെ സ്തോത്രമായിട്ടുള്ള രുദ്രഗീതം, ആ രുദ്രഗീതത്തെ സർവേ പ്രചേതസഃ എല്ലാ പ്രചേതസ്സുകളും അവരെല്ലാവരും അവർ ജപന്തഃ നിത്യവും ജപിച്ചുകൊണ്ട് അയുധം വർഷാണം 10,000 വർഷങ്ങൾ
തേബുഹു തപഹ, അതായത് 10,000 വർഷം ആ ജലത്തിൽ അവർ കഠിനമായ തപസ് അനുഷ്ഠിച്ചു എന്ന്. അപ്പോൾ ഭഗവത് സ്തോത്രമായ രുദ്രഗീതം ജപിച്ചുകൊണ്ട് പ്രചേതസ്സുകളെല്ലാവരും ആ ജലത്തിൽ 10,000 വർഷം അങ്ങനെ തപസ് ചെയ്തു. അവരങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ അവരുടെ പിതാവ്, ഇനി പ്രാചീന ബർഹിസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ശ്ലോകം 3. പ്രാചീന ബർഹിഷം ക്ഷത്ത കർമ്മസു അസക്തമാനസം നാരദഃ അധ്യാത്മതത്വജ്ഞഃ കൃപാലു പ്രത്യബോധയത്. ക്ഷത, അപ്പോൾ മൈത്രേയ മഹർഷി വിളിക്കുകയാണ്, അല്ലയോ വിദുരരെ, പ്രാചീന ബർഹിഷ് കർമ്മസു ആസക്തമാനസം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രാചീനം എന്ന് പേര് വരാൻ കാരണം അദ്ദേഹം എപ്പോഴും ഭൂമി മുഴുവനും യജ്ഞം നടത്തിക്കൊണ്ടാണ്, യാഗയജ്ഞാദി കർമ്മങ്ങൾ നടത്തിക്കൊണ്ടാണ് ജീവിച്ചിരുന്നത്. അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതായത് ഓരോരോ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി യാഗയജ്ഞാദി കർമ്മങ്ങൾ നടത്തുക, അത് വലിയ പുണ്യം കിട്ടുക, സ്വർഗപ്രാപ്തി കിട്ടുക, ഭൂമിയിലെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ നേടിയെടുക്കാൻ യാഗയജ്ഞാദി കർമ്മങ്ങൾ നടത്തുക, അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ കർമ്മസു ആസക്ത മാനസം, കർമ്മങ്ങളിൽ, ഫലേച്ഛ കർമ്മങ്ങളിൽ, ഓരോരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള യാഗയജ്ഞാദി കർമ്മങ്ങളിൽ ആസക്തമായ മനസ്സോടുകൂടിയിരിക്കുന്ന പ്രാചീന ബർഹിഷിനെ കൃപാലു, അത് പ്രാചീന ബർഹിഷിനോട് ദയ തോന്നിയിട്ട് നാരദ മഹർഷി അധ്യാത്മതത്വത്തെ ശരിക്കും അറിയാവുന്ന നാരദ മഹർഷി അദ്ദേഹത്തിന് പ്രത്യബോധയത്, ഉപദേശം കൊടുത്തുവെന്ന്. അതായത് നാരദ മഹർഷി നോക്കുമ്പോൾ മക്കൾ അവിടെ എന്താ, എല്ലാ കർമ്മങ്ങളിൽ നിന്നും മനസ്സ് മുക്തമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ച് ആ 10,000 വർഷത്തെ രുദ്രഗീതം ജപിച്ച് തപസ് ചെയ്യുമ്പോൾ പിതാവ് ഇവിടെ ഭൂമി മുഴുവനും ചുറ്റി നടന്ന് യജ്ഞം, ഹോമം, പൂജാതി കർമ്മങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് എല്ലായിടത്തും. ഫലേച്ഛ കർമ്മമാണ്, ഫലം ആഗ്രഹിച്ചുകൊണ്ട്. കാരണം വേദം പഠിച്ചപ്പോൾ വേദത്തിൽ ഓരോരോ കർമ്മത്തിനും ഇന്ന ഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന യാഗം ചെയ്താൽ ഇന്ന ഫലം. അപ്പോൾ ആ ഫലങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് പുണ്യലോകപ്രാപ്തി, സ്വർഗലോകപ്രാപ്തി, പിതൃപ്രാപ്തി, ഇങ്ങനെയൊക്കെ പിതൃക്കളുടെ പുണ്യം, ഇതിനെയൊക്കെ ഓരോ പുണ്യങ്ങളും നേടിയെടുക്കാൻ, ഭൂമിയിലെ ജീവിതം സുഖസമൃദ്ധി നിറഞ്ഞതാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഭൂമി മുഴുവനും ഓടി നടന്ന് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തിക്കൊണ്ടിരിക്കെ നാരദ മഹർഷിക്ക് ഒരു ദയ തോന്നിയിരുന്നു. കാരണം ആള് വളരെ നല്ല സാത്വികനായിട്ടുള്ള മനുഷ്യനാ. ഒരുപാട് യാഗവും യജ്ഞവും നടത്തിയിട്ട് പുണ്യം നേടാം എന്ന് ചിന്തിച്ച് നടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ നാരദ മഹർഷിക്ക് പാവം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിയായ ജ്ഞാനം എന്തെന്ന് ആൾക്കറിയില്ല. ആളുടെ മനസ്സ് മുഴുവനും യാഗം, പൂജ ചെയ്യാം, യജ്ഞം ചെയ്യുക, ഓരോരോ പുണ്യം നേടിയെടുക്കുക, അങ്ങനെ സുഖമായി ജീവിക്കുക, ഇതുമാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശരിയായ ജ്ഞാനോപദേശം കൊടുക്കണം. കാരണം നല്ലൊരു മനുഷ്യനാണ്, സാത്വികനാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു ജന്മം ജീവിച്ചു തീർന്നാൽ പോരാ എന്ന് ദയ തോന്നിയിട്ട് നാരദ മഹർഷി അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാനായിട്ട് പ്രാചീന ബർഹിഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പ്രാചീന ബർഹിഷിനോട് നാരദ മഹർഷി ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ശ്ലോകം 4. ശ്രേയഃ ത്വം കഥമത് രാജൻ കർമ്മണ ആത്മനഃ ഈഹസേ ദുഃഖഹാനിഃ സുഖ അവാപ്തിഃ ശ്രേയഃ തദ് ന ഇഹ ച ഈഷ്യതേ. ശ്രേയഃ തദ് ന ഇഹ ച ഈഷ്യതേ. വസു, ആ ചാവി കൊണ്ടുകൊടുക്കൂ. അപ്പോൾ ശ്രേയഃ ത്വം കഥമത് രാജൻ കർമ്മണ ആത്മന ഈഹസേ ദുഃഖഹാനി സുഖ അവാപ്തി ശ്രേയഃ തദ് ന ഇഹ ച ഈഷ്യതേ. എന്ന് വെച്ചാൽ, ഹേ രാജൻ, നാരദ മഹർഷി ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, അങ്ങ് ചെയ്യുന്ന ഈ കർമ്മങ്ങൾ, കർമ്മണ ആത്മനഃ, അതായത് ഫലം ആഗ്രഹിച്ചുകൊണ്ട് പുണ്യം കിട്ടാൻ വേണ്ടി അങ്ങ് ചെയ്യുന്ന ഈ കർമ്മങ്ങൾ കൊണ്ട് കഥമത് ശ്രേയഃ, എന്ത് ശ്രേയസ്സാണ് ഈഹസേ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന്. അതായത് അങ്ങ് ഈ ഭൂമി മുഴുവൻ ചുറ്റി നടന്നു, ഒരു സ്ഥലം പോലും ഇല്ല, അതുപോലെ ഇങ്ങനെ യാഗം ചെയ്യുന്നത് കൊണ്ട് എന്ത് ശ്രേയസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? എന്താഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങ് ഇത് ചെയ്യുന്നത്? എന്നിട്ട് പറയാണ് ശ്രേയഃ, ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ.
ദുഃഖഹാനിഹി സുഖ അവാപ്തിഹി. ദുഃഖം പൂർണ്ണമായും ഇല്ലാതായിട്ട് പരമമായ സുഖത്തെ അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ, ഇതാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അത് ഇഹ, ഈ ഒരു യാഗയജ്ഞാദി കർമ്മങ്ങൾ കൊണ്ട് ന ഈഷ്യതേ, അങ്ങേക്ക് ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്ന്. വലിയൊരു തിരിച്ചറിവാണ് കേട്ടോ, എല്ലാവർക്കും ഉള്ളൊരു വലിയ തിരിച്ചറിവാണ്. അങ്ങ് ഈ ചെയ്യുന്ന യാഗയജ്ഞാദി കർമ്മങ്ങൾക്ക് എന്തിനാണ് അങ്ങ് ചെയ്യുന്നത്? എന്ത് ശ്രേയസ് വരാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. ഇനി ശ്രേയസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് പറഞ്ഞാൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ചുറ്റുപാടുണ്ടാവും. പക്ഷേ ആ സാഹചര്യങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും മനസ്സുകൊണ്ട് അതിനെ ദുഃഖമായി എടുക്കില്ല. ഒരു ദുഃഖമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദുഃഖവും സന്തോഷവും ഇല്ലാത്ത ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ, അതാണ് ദുഃഖമില്ലാതെ പരമമായ ഒരു സുഖത്തെ അനുഭവിച്ച് ജീവിക്കുക. അതാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ആ ശ്രേയസ് അങ്ങ് ചെയ്യുന്ന യാഗയജ്ഞാദി കർമ്മങ്ങൾ കൊണ്ട് അങ്ങേക്ക് ഒരിക്കലും നേടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ ശ്ലോകം 5 പ്രാചീന ബർഹിസ് രാജാവ് നാരദ മഹർഷിയോട് പറയാണ്. രാജോവാച, രാജാവ് പറഞ്ഞു, ന ജാനാമി മഹാഭാഗ പരം കർമ്മ അപവിദ്ദ ദീഹി ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്ഛേദ കർമ്മഭിഹി. രാജാവ് പറയാണ്, മഹാഭാഗ, അല്ലയോ മഹാഭാഗ, കർമ്മ അപവിദ്ദ ദീഹി, ഓരോരോ കർമ്മങ്ങളിൽ ആസക്തമായ ബുദ്ധിയോടും മനസ്സോടും കൂടിയ ഈ എനിക്ക് പരം ന ജാനാമി, അതിനും പരമമായിട്ടുള്ള ജ്ഞാനം എന്തെന്ന് ന ജാനാമി, എനിക്കറിയില്ല. അത് ഏത് ജ്ഞാനം നേടിയാലാണോ മുച്ചേയ കർമ്മഭിഹി, ഈ കർമ്മത്തിനോടുള്ള ആസക്തി ഇല്ലാതാകുന്നത്, ആ വിമലം ജ്ഞാനം, പരിശുദ്ധമായ ജ്ഞാനത്തെ മേ ബ്രൂഹി, എനിക്കായി അങ്ങ് പറഞ്ഞു തന്നാലും. എൻ്റെ മനസ്സിപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു കർമ്മം, എന്ത് കർമ്മമാണ് അദ്ദേഹത്തിന് ഇഷ്ടം? യാഗം ചെയ്യുക. ഇതിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്ന ഈ കർമ്മം ചെയ്യുമ്പോൾ ഈ പുണ്യം കിട്ടിയല്ലോ, ഈ സന്തോഷമാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഈ കർമ്മത്തിലോട് ആസക്തി നിറഞ്ഞ മനസ്സോടുകൂടി ഇരിക്കുന്ന എനിക്ക് അതിലും മീതെയുള്ള പരമമായ ആ ജ്ഞാനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ ജ്ഞാനം നേടിയാൽ കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാൻ സാധിക്കുന്ന വിശുദ്ധമായ ആ ജ്ഞാനത്തെ അങ്ങെനിക്ക് പറഞ്ഞു തന്നാലും. ഇതാണ് രാജാവ് പ്രാചീന ബർഹിസ് നാരദ മഹർഷിയോട് പറഞ്ഞു. ശ്ലോകം 6. ഗൃഹേഷു കൂടധർമ്മേഷു പുത്രധാരാധനാർദ്ധധി ന പരം വിന്ദതേ മൂഢ ബ്രാഹ്മ്യൻ സംസാരവർമ്മസു. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ കൂടധർമ്മേഷു, അതായത് പണമുണ്ടാക്കാൻ വേണ്ടി ഏതു മാർഗത്തിലൂടെയും പണമുണ്ടാക്കാൻ ശ്രമിച്ച് പുത്രധാരാധന അർദ്ധധിഹി, മക്കള്, ഭാര്യ, സമ്പത്ത് ഇവയ്ക്കൊക്കെ വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുക, ഇതാണ് ജീവിതത്തിലെ ലക്ഷ്യമെന്ന് കരുതിയിട്ട് അങ്ങനെയുള്ള ബുദ്ധിയോട് കൂടിയിരിക്കുന്ന മൂഢന്മാർ, ബ്രാഹ്മ്യൻ സംസാരവർമ്മസു, ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഭൂമിയിൽ ജനിച്ച് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് എന്തൊക്കെയോ സുഖങ്ങളും പണവും നേടിയെടുക്കാൻ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് അവൻ ന പരം വിന്ദതേ, പരമമായ ജ്ഞാനത്തെ നേടാൻ സാധിക്കുന്നില്ലല്ലോ അവനെ. അപ്പോൾ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ, എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കണം, വീട് വയ്ക്കണം, നല്ല ജോലി, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളിൽ പെട്ട് കിടക്കുന്ന മനസ്സോടുകൂടി ജീവിക്കുമ്പോൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ആ മൂഢനായ മനുഷ്യൻ ഒരിക്കലും പരമമായ ജ്ഞാനത്തെ അറിയുന്നില്ലല്ലോ ഭഗവാനെ. ആയതിനാൽ അങ്ങെനിക്കത് ഉപദേശിച്ചു തന്നാലുമെന്ന് പ്രാചീന ബർഹിസ് നാരദ മഹർഷിയോട് പറയാണ്. അപ്പം നാരദോവാച, നാരദ മഹർഷി തിരിച്ചു പറയാണ്. ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യ ത്വയാ അധ്വരേ സംജ്ഞാപിതാൻ ജീവസംഘാൻ നിർഗൃണേന സഹസ്രശഃ. ഹേ ഭോ പ്രജാപതേ, അല്ലയോ പ്രജകളുടെ പതിയായിട്ടുള്ള ഹേ രാജൻ, രാജാവേ. അദ്ദേഹം പറയുന്നത് കേട്ടോ നാരദ മഹർഷി. ത്വയാ അധ്വരേ, അങ്ങ് നടത്തിയ യാഗങ്ങളിൽ, യജ്ഞങ്ങളിൽ, സംജ്ഞാപിതാൻ, അങ്ങയാൽ വധിക്കപ്പെട്ടിട്ടുള്ള
പശൂൻ ജീവസംഘാൻ, പശുക്കളായിട്ടുള്ള മൃഗക്കൂട്ടം, ഒരു പശു രണ്ട് പശുവല്ല, അതാണ് ജീവസംഘാൻ, മൃഗങ്ങളുടെ ആ കൂട്ടത്തെ നിർഗൃണേന, ഒട്ടും അനുകമ്പയില്ലാതെ, സഹസ്രശഃ, 10,000-കണക്കിന് മൃഗങ്ങളെയാണ് മൃഗബലിക്ക് നടത്താനായിട്ട്, യാഗം നടത്തുമ്പോൾ മൃഗബലി ചെയ്യുമല്ലോ, ആ മൃഗബലിക്കായിട്ട് അങ്ങ് കൊന്നൊടുക്കിയത്. അങ്ങനെ വധിക്കപ്പെട്ട പശൂൻ, ആ മൃഗങ്ങളെ പശ്യ, അങ്ങ് ഒന്ന് കാണൂ. അതായത് നാരദ മഹർഷി തൻ്റെ യോഗമായ ശക്തി കൊണ്ട്, ആ യോഗാവസ്ഥയിൽ ഇരുന്നിട്ട് കിട്ടിയ ശക്തി കൊണ്ട് യാഗം നടത്തുമ്പോൾ പ്രാചീന ബർഹിസ് ബലി കൊടുത്തിട്ടുള്ള മൃഗങ്ങളുടെ അവരവരുടെ അതായത് ഭൂമിയിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്നും വേറിട്ട് അവരുടെ സൂക്ഷ്മ ശരീരം പരലോകത്തെത്തിയിട്ട് ആ ലോകത്ത് ആ സൂക്ഷ്മ ശരീരങ്ങളോട് കൂടി 1000-കണക്കിന് മൃഗങ്ങൾ നിൽക്കുന്നത് പ്രാചീന ബർഹിസിന് കാണിച്ചു കൊടുത്തു എന്ന് നാരദ മഹർഷി. അതാണ്, അങ്ങ് ഒന്ന് നോക്കൂ, അങ്ങ് നടത്തുന്ന യജ്ഞത്തിൽ, യാഗങ്ങളിൽ അങ്ങ് ഒരു അനുകമ്പയും ഇല്ലാതെ കൊന്നൊടുക്കിയിട്ടുള്ള, മൃഗബലിക്കായി കൊന്നൊടുക്കിയിട്ടുള്ള മൃഗങ്ങൾ, ആ ഭൂമിയിൽ നിന്ന് വേറിട്ടുള്ള ഊർധ്വലോകങ്ങളിൽ അവർ ആ സൂക്ഷ്മ ശരീരത്തോടു കൂടി നിൽക്കുന്ന അവരെ അങ്ങ് ഒന്ന് കാണൂ. 10,000-കണക്കിന് മൃഗങ്ങളെയാണ് അങ്ങ് കൊന്നൊടുക്കിയത്. കഥയാണെങ്കിലും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ, മനസ്സുകൊണ്ട് കേൾക്കണേ. ശ്ലോകം 8. ഏതേ ത്വാം സംപ്രതീക്ഷന്തേ സ്മരന്തഃ വൈശ്യസം തവ സംഭരേദം അയ കൂടൈഹി ചിന്തന്തി ഉത്തിതമന്യവഃ. എന്നിട്ട് പറയാണ്, ഏതേ, അവരെ, ആ പരലോകത്തിരിക്കുന്ന ആ മൃഗങ്ങൾ, അവർ ത്വാം, അങ്ങയെ സംപ്രതീക്ഷന്തേ, കാത്തിരിക്കുകയാണെന്ന്, സ്മരന്തഃ, ഓർത്തുകൊണ്ട്, തവ വൈശ്യസം, ഭൂമിയിലിരിക്കുമ്പോൾ അങ്ങ് അവരോട് കാണിച്ച ക്രൂരതയുണ്ടല്ലോ, അങ്ങ് അവയെയൊക്കെ വധിച്ചില്ലേ, ആ ഹിംസ, ആ ക്രൂരത, അത് സ്മരിച്ചുകൊണ്ട് അവരങ്ങയെ കാത്തിരിക്കുകയാണ് ആ പരലോകത്ത്. സംഭരേദം, അങ്ങയുടെ മരണാനന്തരം, അയം കൂടൈഹി എന്ന് വെച്ചാൽ ഇരുമ്പ് കമ്പി പോലെയുള്ള അവരുടെ കൊമ്പുകൾ കൊണ്ട്, ചിന്തന്തി, അങ്ങയെ കുത്തിക്കീറാനായിട്ട്, ഉത്തിതമന്യവഹ എന്ന് വെച്ചാൽ കോപം കൊണ്ട് അവരവിടെ കാത്തിരിക്കുകയാണെന്ന്. അങ്ങ് കൊന്നൊടുക്കിയ 10,000-കണക്കിന് മൃഗങ്ങൾ ആ പരലോകത്ത് കാത്തിരിക്കുകയാണ്. മരണശേഷം അങ്ങ് ചെല്ലുമ്പോൾ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ പോലുള്ള കൊമ്പുകൾ കൊണ്ട് അങ്ങയെ കുത്തിക്കീറാൻ ഈ 10,000-കണക്കിന് മൃഗങ്ങൾ കോപം കൊണ്ട് സഹിക്കാൻ കഴിയാതെ അവർ ആ പരലോകത്ത് കാത്തിരിക്കുകയാണ്. അങ്ങ് അത് ചിന്തിക്കുന്നുണ്ടോ? അങ്ങ് ഇവിടെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് നിരന്തരം യാഗങ്ങൾ നടത്തുകയാണ്, എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടാൻ, സന്തോഷമായിട്ട് ജീവിക്കാൻ, ഇഹലോകത്തും പരലോകത്തും സുഖമായി ജീവിക്കാൻ വേണ്ടി നടക്കുകയാണ് അങ്ങ്. പക്ഷേ അങ്ങയെ കാത്തിരിക്കുന്നത് അവർ ഇരുമ്പ് കമ്പി പോലെയുള്ള കൊമ്പ് കൊണ്ട് കുത്തിക്കീറാൻ വേണ്ടിയിട്ടാണ് അങ്ങയോട് ദേഷ്യത്തോടു കൂടി അവിടെ കാത്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രാചീന ബർഹിസിന് ഒരു കഥ, ഒരു സങ്കല്പ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് പുരഞ്ജന രാജാവിൻ്റെ ചരിതം കേട്ടോ. അപ്പോൾ അതൊരു കഥയായിട്ട് മനസ്സിലാക്കാം. അത്ര തേ കഥയിഷ്യേ അമും ഇതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിബോധ ഗതദഹ മമ. അത്ര, ഇപ്പോൾ, തേ കഥയിഷ്യേ, അങ്ങേക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. അമ്മും, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിഹാസ പുരാതനം, പണ്ടുണ്ടായ ഒരു ഇതിഹാസം അല്ലെങ്കിൽ ഒരു ചരിതം, പുരഞ്ജനസ്യ ചരിതം, പുരഞ്ജന രാജാവിൻ്റെ ചരിതമാണ് അത്. മമ, എന്നിൽ നിന്നും ഗതദഹ, ഒഴുകുമ്പോൾ, നിബോധ, അങ്ങ് അത് മനസ്സിലാക്കിയെടുത്തോളൂ. ആ കഥയിൽ അങ്ങേക്കുള്ളതെല്ലാം ഉണ്ടെന്ന്. അപ്പം ശ്രദ്ധയോടെ കേൾക്കണം ആ കഥ കേട്ടോ. ആ കഥ എന്നിൽ നിന്ന് ഒഴുകുമ്പോൾ അതിൽ നിന്ന് അങ്ങ് എടുത്തോളാൻ, അതാണ് പറയുന്നത്. അങ്ങേക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ആ കഥയിലുണ്ട് എന്നർത്ഥം. അപ്പോൾ ഞാൻ അങ്ങേക്കൊരു കഥ പറഞ്ഞു തരാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇതിഹാസം, അതാണ് പുരഞ്ജന രാജാവിൻ്റെ ചരിതമാണ്, കഥയാണ് പറയാൻ പോകുന്നത്. അത് എന്നിൽ നിന്ന് ഒഴുകുമ്പോൾ അങ്ങേക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നതെല്ലാം, അങ്ങേക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ കഥയിലുണ്ട്, അതിനെ എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. ശ്ലോകം 10. ആസീത് പുരഞ്ജനഃ നാമ രാജൻ ബൃഹത്സ്രവാഹ തസ്യ അവിജ്ഞാത നാമ ആസീത് സഖാ അവിജ്ഞാത ചേഷ്ടിതഃ. ആസീത്, ഉണ്ടായിരുന്നു, പുരഞ്ജനഃ നാമ രാജ, ഹേ രാജൻ, അല്ലയോ രാജാവേ, നാരദ മഹർഷിയാണല്ലോ പറയുന്നത്, അല്ലയോ രാജാവേ, പുരഞ്ജനൻ എന്ന് പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ബൃഹത്സ്രവ, വളരെ കീർത്തിമാനായ രാജാവായിരുന്നു അദ്ദേഹം. തസ്യ, അദ്ദേഹത്തിന് അവിജ്ഞാത നാമ,
പേരറിയാത്ത, അവിജ്ഞാത നാമം എന്ന് വെച്ചാൽ ആ ആളുടെ പേരറിയില്ല എന്ന്, അതാണ് അവിജ്ഞാത നാമ എന്ന് പറയുന്നത്. അതുപോലെ അവിജ്ഞാത ചേഷ്ടിത, ആ ആൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഈ രാജാവിന്. അങ്ങനെ ഒരു സഖ ആസീദ്, ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ പണ്ട് വളരെ കീർത്തി കേട്ട പുരഞ്ജനൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഉറ്റ സുഹൃത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങളെക്കുറിച്ച് രാജാവിന് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആ സുഹൃത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ് എന്ന്, എന്തുദ്ദേശം കൊണ്ടാണ്, എന്താണ് ആ കർമ്മം എന്ന് ഈ രാജാവിന് അറിയില്ല. അതേപോലെ ആ സുഹൃത്തിൻ്റെ പേരും അറിയില്ല. അതുകൊണ്ടാണ് അവിജ്ഞാത നാമ, അറിയപ്പെടാത്ത നാമമുള്ളവൻ എന്ന് ഒരു നാമം എന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടുകാരൻ ഈ പുരഞ്ജനൻ എന്ന രാജാവിനുണ്ടായിരുന്നു. അപ്പം പേരും അറിയില്ല, ആ ആളുടെ കർമ്മങ്ങളും എന്താണെന്ന് രാജാവിന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ശ്ലോകം 11 സഹ അന്വേഷമാണഃ ശരണം ബഭ്രാമ പൃഥ്വീം പ്രഭു നാനുരൂപം യഥാ അവിന്ദത് അഭൂത് സഹ വിമാന ഇവഹ സഹ വിമാന ഇവഹ വിമന ഇവഹ സഹ വിമന ഇവഹ. അപ്പോൾ സഹ ആ പുരഞ്ജന രാജാവ് പ്രഭു, അതായത് വളരെ ശക്തിമാനായിട്ടുള്ള ആ പുരഞ്ജന രാജാവ് പൃഥ്വീം ബഭ്രാമ, അതായത് പൃഥ്വി ഭൂമി മുഴുവനും ചുറ്റി നടന്നു എന്ന്. എന്തന്വേഷിച്ചിട്ടാണെന്നോ? അന്വേഷമാണ്, അന്വേഷിച്ചുകൊണ്ട്, ശരണം, അതായത് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ഭൂമി മുഴുവൻ ചുറ്റി നടന്നു എന്നാണ് പറയുന്നത്. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാം പുരഞ്ജനൻ എന്നത് രാജാവാണ്. അപ്പോൾ തീർച്ചയായും ആ നഗരത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ കൊട്ടാരം, ഏറ്റവും വലിയ കൊട്ടാരം രാജാവിൻ്റെ ആയിരിക്കും. ഏറ്റവും സുഖങ്ങൾ അനുഭവിക്കുന്നതും രാജാവായിരിക്കും. പക്ഷേ ഇത്രയും വലിയ കൊട്ടാരങ്ങളും ഇത്രയും സുഖസൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിലൊന്നും ഒരു സുഖം തോന്നാതെ, ഇതിലൊരു സുഖമില്ല, അതൊക്കെ ഒന്നും മടുത്തിട്ട് ഇതിലൊന്നും ഒരു സുഖം പോരാ, ഇതിലും സുഖം കിട്ടുന്ന സ്ഥലം ഏതാണ്, സുഖമായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളോടും സുഖത്തോടും കൂടി കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് അദ്ദേഹം ഭൂമി മുഴുവൻ ചുറ്റി നടന്നു എന്ന്. ഈ പുരഞ്ജന രാജാവ് കൊട്ടാരമൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, പക്ഷെ അതിലൊന്നും തൃപ്തി പോരാതെ അതിലും സുഖം കിട്ടുന്ന, സുഖമായ, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, അത്രയ്ക്ക് സുഖം കിട്ടുന്ന മറ്റൊരു സ്ഥലം അന്വേഷിച്ച് ഭൂമി മുഴുവൻ ചുറ്റി നടന്നു. ന അനുരൂപം യഥ, അനുരൂപം എന്ന് വെച്ചാൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു യഥ, എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ ഒരു സ്ഥലം ന അവിന്ദത്, അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൽഫലമായി സഹ വിമന ഇവഹ, അദ്ദേഹം കുപിതനായി തീർന്നു, അതായത് ദുഃഖിതനായി തീർന്നു. മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഒരു സ്ഥലം കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ദുഃഖിതനായി തീർന്നു. അങ്ങനെ ഇരിക്കെ ശ്ലോകം 12 ന സാധുമേനെ ഥാ സർവഭൂതലേ യാവധീ പുരഃ കാമാൻ കാമയമാനഃ അസൗ തസ്യ ഉപപത്തയേ. അപ്പോൾ പറയാണ് ന സാധുമേനെ എന്ന് വെച്ചാൽ സാധിച്ചില്ല എന്ന്. സർവഭൂതല, ഭൂമി മുഴുവനും ഇങ്ങനെ ചുറ്റി നടന്നിട്ടും യാവതീ പുര, എത്ര പുരങ്ങളുണ്ട് ഭൂമിയിൽ, അവിടെയൊക്കെ ചുറ്റി നടന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പുരം, ഒരു താമസ സ്ഥലം, ഒരു നഗരം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. കാമാൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ, കാമയമാനഃ, ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഒരു അസൗ എന്ന് വെച്ചാൽ ആ രാജാവിന് തസ്യ ഉപപത്തയെ, അതുപോലെയുള്ള സുഖം നേടാൻ പറ്റിയ ഒരു സ്ഥലവും ന സാധുമേനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഭൂമി മുഴുവനും ചുറ്റി നടന്നു, ഒരുപാട് പുരങ്ങളിൽ, നഗരങ്ങളിലൊക്കെ കയറി നോക്കി, ഇതാണോ. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സുഖം കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തെ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ശ്ലോകം 13 സ ഏകദാ ഹിമവതഃ ദക്ഷിണേഷു അധ സാനുഷു ദദർശ നവഭിഃ ദ്വാർഭിഃ പുരം രക്ഷിതലക്ഷണാം. സ ഏകദ ഒരിക്കൽ ആ പുരഞ്ജന രാജാവ് അപ്പോൾ ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഹിമവതഃ, ഹിമാലയ പർവ്വതത്തിൻ്റെ ദക്ഷിണേഷു, തെക്കുഭാഗത്തായിട്ട് സാനുഷു, ഒരു താഴ്വരയിൽ ദദർശ, കണ്ടെത്തിയെന്ന്. നവഭി ദ്വാർഭി, അതായത് 9 കവാടങ്ങൾ ഉള്ളതും രക്ഷിത ലക്ഷണം, എല്ലാ ലക്ഷണങ്ങളോട് കൂടിയതുമായ ഒരു പുരം കണ്ടെത്തി. അപ്പം അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെ ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്കുഭാഗത്തുള്ള ഒരു താഴ്വരയിൽ 9 പുരങ്ങളുള്ളതും എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ഒരു നഗരം, ഒരു സ്ഥലം അദ്ദേഹം
കണ്ടെത്തി. ഇനി ആ സ്ഥലത്തിൻ്റെ വർണ്ണനയാണ് തുടർന്നുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്ലോകം 14. പ്രകാര ഉപവന അട്ടാല അട്ടാല പരിഗൈഹി അക്ഷതോരണൈഹി സ്വർണ്ണ രൗപ്യ അയസൈ ശൃംഗൈ സംകുലാം സർവതഃ ഗൃഹൈഹി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കേട്ടു പോവാം. അതായത് ഇതിൻ്റെ വർണ്ണനയാണ്, ആ കണ്ട സ്ഥലത്തിൻ്റെ വർണ്ണന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സങ്കല്പം ഇതൊക്കെ ആയിരുന്നു, അതാണ് ആ പറയുന്നത്. പ്രകാരം മതിലുകൾ, ഉപവനം ഉദ്യാനങ്ങൾ, അട്ടാലം ഗോപുരങ്ങൾ, ഇനി പരിഗൈഹി എന്ന് പറഞ്ഞാൽ കിടങ്ങുകൾ, അക്ഷതോരണങ്ങൾ വാതിലുകൾ, ജനാലകൾ, തോരണ വാതിലുകൾ, പിന്നെ സ്വർണം, രൗപ്യം വെള്ളി, അയസൈ ഇരുമ്പ്, ശൃംഗൈ ഇവയൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള താഴികക്കുടങ്ങൾ, ശൃംഗൈ താഴികക്കുടങ്ങൾ, പിന്നെ സർവതഃ ഗൃഹൈ ഇങ്ങനെയുള്ള എല്ലാ ഗ്രഹങ്ങളോടും സംകുലാം എന്ന് വെച്ചാൽ എല്ലാ ഗ്രഹങ്ങളും തിങ്ങി നിറഞ്ഞതായിരുന്നു ആ നഗരം എന്ന്. അപ്പോൾ എല്ലാ മതിലുകൾ, ഉപവനങ്ങൾ, ഗോപുരങ്ങൾ, കിടങ്ങുകൾ, ജനവാതില്, വാതില് എന്നിങ്ങനെ സ്വർണം വെള്ളി ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ താഴികക്കുടങ്ങളോട് കൂടിയിട്ടുള്ള വലിയ വലിയ കൊട്ടാരം കണക്കെയുള്ള ഗ്രഹങ്ങളോട് കൂടി തിങ്ങി നിറഞ്ഞതായിരുന്നു ആ നഗരം. അതാണ് ആ ശ്ലോകത്തിലെ വർണ്ണന. അടുത്തത് നീലസ്ഫടിക വൈഡൂര്യ മുക്ത മരഗത അരുണൈഹി ക്ലപ്ത ഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയ ഭോഗവതീം ഇവ. ഇന്ദ്രനീലക്കല്ല്, സ്ഫടികക്കല്ല്, വൈഡൂര്യം, മുക്തം മുത്തുകൾ, മരതകം, അരുണൈ ചുവപ്പുകല്ല് എന്ന് വെച്ചാൽ മാണിക്യക്കല്ല്, ഇവയാൽ ക്ലപ്ത അലങ്കരിച്ച ഹർമ്മ്യസ്ഥലീം കൊട്ടാരങ്ങൾ കൊട്ടാരങ്ങൾ കൊണ്ട് ശോഭിച്ചു. ശ്രീയ ഭോഗവതീം യ എല്ലാ ഐശ്വര്യവുമുള്ള ഭോഗവതി എന്ന നഗരത്തെ പോലെ, ഭോഗവതി എന്ന് പേരുള്ള നഗരം, സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ആ നഗരത്തെ പോലെ ഇന്ദ്രനീലവും സ്ഫടികവും വൈഡൂര്യവും മുത്തും മരതകവും മാണിക്യവും രത്നങ്ങളും ഒക്കെ പതിപ്പിച്ച കൊട്ടാരങ്ങളോടുകൂടി ശരിക്കും ഭോഗവതി നഗരം പോലെ ശോഭിച്ചതായിരുന്നു ആ ഒരു നഗരം. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്ലോകം 16. സഭാ ചത്വരരഥ്യാഭി ആക്രീഡ ആയതന ആഭണൈഹി ചൈത്യ ധ്വജ പതാക അഭിഹി യുക്താം വിദ്രുമവേദിഭിഹി. സഭാ സമ്മേളന മന്ദിരങ്ങൾ, ചത്വരം തെരുവുകൾ, രഥ്യാഭി നാൽക്കവലകൾ, ആക്രീഡ ആയതന ആഭണൈഹി ആക്രീഡ ആയതന അതായത് ചൂതാട്ടം, ക്രീഡ അതായത് കളിക്കാൻ ചൂതാട്ടത്തിന് പറ്റിയ സ്ഥലങ്ങൾ, നിലയങ്ങൾ, ആഭണേഹി വ്യാപാരശാലകൾ, ചൈത്യം വിശ്രമസ്ഥലങ്ങൾ, ധ്വജ പതാകാഭിഹി അതായത് പതാകകളാലും തോരണങ്ങളാലും യുക്താം അലങ്കരിക്കപ്പെട്ടിട്ടുള്ള വിദ്രുമവേദിഭിഹി മനോഹരമായ ഉദ്യാനങ്ങളും നിറഞ്ഞതായിരുന്നു. അപ്പോൾ വലിയ വലിയ മന്ദിരങ്ങൾ, തെരുവുകൾ, നാൽക്കവലകൾ, അതുപോലെ ചൂതാട്ട നിലയങ്ങൾ, വ്യാപാരശാലകൾ, വിശ്രമസ്ഥലങ്ങൾ, പിന്നെ ഇവയെല്ലാം പതാകകളാലും തോരണങ്ങളാലും അലങ്കരിച്ചിരിക്കുന്നു. അതുപോലെയുള്ള മനോഹരമായ ഉദ്യാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ശ്ലോകം 17. പുര്യാഹാത്തു ബാഹ്യ ഉപവനേ ദിവ്യ ദ്രോമ ലതാകുലേ നദത് വിഹംഗ അളികുല കോലാഹല ജലാശയേ. പുര്യാത്തു ആ നഗരത്തിൻ്റെ പ്രത്യേകത ബാഹ്യ ഉപവനെ അവിടുത്തെ ഉപവനത്തിൽ ഉദ്യാനങ്ങളിൽ ദിവ്യമായ ധൂമ്രലതാകുലെ വൃക്ഷലതകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നദത് വിഹംഗ ശബ്ദമുണ്ടാക്കുന്ന ചിലയ്ക്കുന്ന പക്ഷികളുടെ ശബ്ദം, അളികുലം തേനീച്ചക്കൂട്ടം ഇവയുടെയൊക്കെ കോലാഹലം, ഇതുകൂടാതെ ആ കോലാഹലത്തിനിടയിൽ ജലാശയെ അതോടൊപ്പം മനോഹരമായ ജലാശയങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ശ്ലോകം 18. ഹിമ നിർജ്ജര വിപൃഷ്മത് കുസുമാകാരവായുനാം ചലത് പ്രവാള വിടഭ നളിനീതട സമ്പതിഹി. അതായത് ഹിമത് നിർജ്ജര മഞ്ഞുമൂടിയ പർവ്വതത്തിൽ നിന്നും ഒഴുകുന്ന ജലം, ആ ജലത്തിൽ നിന്നും വിപൃഷ്മത് എന്ന് വെച്ചാൽ ആ ജലകണികകളെ വഹിക്കുന്ന കുസുമാകാരവായുന ആ വസന്തകാല കാറ്റ് എന്ന് അതാണ്. അപ്പം തണുത്ത കാറ്റാണെന്ന്, ജലത്തെ വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റ്, ഹിമാലയ പർവ്വതത്തിൻ്റെ മഞ്ഞുമൂടിയ ആ പർവ്വതത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന ജലകണികകളെ വഹിച്ചു കൊണ്ടുവരുന്ന തണുത്ത വസന്തകാല കാറ്റും, പിന്നെ ചലപ്രവാള വിടഭ
ചലത്ത് ഇങ്ങനെ ആടി ഉലയുന്ന പ്രവാള വിടബഹ എന്ന് വെച്ചാൽ ശിഖരങ്ങളോട് കൂടിയ വൃക്ഷങ്ങൾ, പിന്നെ നളിനീതട സമ്പതി താമരപ്പൂക്കൾ നിറഞ്ഞ തടാകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടെത്തിയ നഗരത്തിൻ്റെ ഭംഗിയെയാണ് അവിടെ വർണ്ണിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പം നമ്മൾ പ്രചേതസ്സുകളുടെ ഭാഗം തൽക്കാലത്തേക്ക് അവിടെ നിർത്തിയിട്ട് ഭാഗവതത്തിൽ ഇപ്പോൾ പ്രാചീന ബർഹിസിനെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ഉപദേശം അതിനെക്കുറിച്ചാണ്. അപ്പോൾ കാരണം അവരവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലത്തിൽ പിതാവിന് എന്ത് സംഭവിച്ചു അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രാചീന ബർഹിസ് അദ്ദേഹത്തിൻ്റെ യാഗയജ്ഞാദി കർമ്മങ്ങളോടുള്ള ആസക്തി, വേദവിധി പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനോടുള്ള ആസക്തി, പുണ്യം നേടാനും സ്വർഗീയ സുഖമായി ജീവിക്കാനും ഒക്കെ ആ ആസക്തി കൊണ്ട് ജീവിക്കുന്ന അദ്ദേഹത്തോട് ഒരു അല്പം ദയ തോന്നിയിട്ട് നാരദ മഹർഷി വന്ന് ഉപദേശിച്ചു കൊടുക്കുക. അങ്ങ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്ന ശ്രേയസ്? ഈ ഭൂമിയിൽ ദുഃഖമില്ലാതെ സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ കർമ്മങ്ങൾ കൊണ്ട് സാധിക്കില്ല. കാരണം അതിന് മനസ്സാണ് മാറേണ്ടത്. പൂജ ചെയ്തോ യാഗയജ്ഞാദി കർമ്മങ്ങൾ കൊണ്ടോ ഇതൊരിക്കലും മാറില്ല. അതിന് മനസ്സിൻ്റെ സങ്കല്പം മാറണം. മനസ്സിലായോ? പ്രകൃതി എനിക്ക് ഇന്ന് തരുന്നത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും അനാരോഗ്യമാണെങ്കിലും, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും, തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും അത് ഈശ്വരേച്ഛയായി കണ്ടുകൊണ്ട് ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കാൻ കഴിഞ്ഞാലേ ദുഃഖമില്ലാത്ത സുഖത്തെ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഓരോ ദിവസവും നമ്മിലേക്ക് എന്താണോ ഒഴുകുന്നത് അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ദുഃഖമില്ലാതിരിക്കാം. അപ്പോൾ അവിടെ മനസ്സാണ് മാറേണ്ടത്. അങ്ങ് ഈ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് അത് സാധ്യമല്ല. അപ്പോൾ രാജാവ് പറയാണ്, ഇങ്ങനെ കർമ്മങ്ങളിൽ ആസക്തമായ മനസ്സോടുകൂടി ഇരിക്കുന്ന അങ്ങ് എനിക്ക് ജ്ഞാനത്തെ ഉപദേശിച്ച് തരണമെന്ന്. അപ്പോൾ നാരദ മഹർഷി അത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനാദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, അങ്ങേക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് പുരഞ്ജനൻ എന്ന രാജാവിൻ്റെ ചരിതം. ആ രാജാവിന് വലിയ കൊട്ടാരവും എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നിട്ടും അതിലും സുഖമായി ജീവിക്കാൻ കഴിയുന്ന, അതിലും ഒരു സംതൃപ്തി വരുന്നില്ല, പൂർണ്ണ തൃപ്തി വരുന്നില്ല. അപ്പോൾ അതിലും നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് ഭൂമി മുഴുവൻ ചുറ്റി നടക്കുക. ഒന്നും കണ്ടെത്താൻ കഴിയാതെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഒരു മനോഹരമായ ഒരു നഗരം കാണുന്നത്. അതിൻ്റെ നഗരവർണ്ണനയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഈ കഥയുടെ ബാക്കി നമുക്ക് നാളെ കാണാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിൻ്റെ തത്വം ഒരു 3-4 അധ്യായങ്ങളിലായിട്ടാണ് ഇനി ഈ കഥ കണ്ടിന്യൂ ചെയ്ത് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കാണ് ഇതിൻ്റെ തത്വങ്ങൾ വരുള്ളൂ. അപ്പോഴേക്കും കഥ മറന്നു പോകരുത്, മനസ്സിലുണ്ടാവണം കേട്ടോ. ഓക്കെ.